الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الحدي حدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتلت انقلبتم على أعقابكم، ومن ينقلب على عقبيه فلن يضر الله شيئا وسنجزي الله الشاكرين. ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് നൽകിയത് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു ഖാത്തിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തി നിൽക്കുന്ന റിസാലത്തിൻ്റെയും നുബുവത്തിൻ്റെയും പരിസമാപ്തി കുറിക്കുന്ന, ലോകാന്ത്യം വരെ നിലനിൽക്കുന്ന, ന്യൂനതകളില്ലാത്ത, മാറ്റത്തിരുത്തലുകളില്ലാത്ത, ഭേദഗതികളില്ലാത്ത, കാലഹരണപ്പെടാത്ത, ഏത് കാലത്തിനും അനുയോജ്യമായ ഒരു നിയമസംഹിതയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ളതാണ് നമ്മുടെ അഭിമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം 20 വർഷത്തെ ത്യാഗപൂർണമായ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളും 63 കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലവും അവസാനിക്കുന്നതോടുകൂടി തന്നെ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി തന്നെ, അദ്ദേഹത്തിൻ്റെ വഫാത്തോടുകൂടി തന്നെ ഇസ്ലാം ദീൻ അവസാനിക്കുന്നില്ല. അത് ലോകാന്ത്യം വരെ നിലനിൽക്കും. പല ആളുകളും ആത്മവീര്യം കെടുത്താൻ
മുന്നണിയിൽ നിന്ന് ആളുകളെ പിൻവലിക്കാൻ ഉഹദിൽ പോലും പ്രയോഗിച്ച ഒരു തന്ത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിൽ വെച്ച് ഷഹീദായി എന്നുള്ളത് ദുർബല വിശ്വാസികളായ ചില ആളുകൾക്കൊക്കെ തോന്നി, എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? അവര് യുദ്ധം ചെയ്യുന്നത് റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ് എന്നുള്ള രൂപത്തിലായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആ ആത്മവീര്യം നഷ്ടപ്പെടുത്താൻ അവരുപയോഗിച്ച അതേ ഒരു അവസ്ഥ പിൽക്കാലഘട്ടത്തിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാന്റെ 144-ാമത്തെ ആയത്തിലൂടെ വളരെ വ്യക്തവും കൃത്യവുമായി നമ്മെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു റസൂൽ മാത്രമാണ്. ഖദ് ഖലത മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുൻപ് എത്രയോ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? അഷ്റഫുൽ ഖൽഖാണ്, ഖാതിമുൽ അംബിയ ആണ്. ഇനിയൊരു പ്രവാചകനും വരാനില്ല. ലാ നബിയ്യ ബഅദി, റസൂലുള്ളാഹി പറഞ്ഞ എനിക്ക് ശേഷം ഇനി നബിമാരില്ല, റിസാലത്തില്ല, നുബുവത്തില്ല. പക്ഷെ അത് അംഗീകരിക്കാത്ത, അതിനെ അവഗണിക്കാത്ത, പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാം ദീൻ മതിയാകാത്ത ആളുകൾക്ക് ശേഷം പിന്നീട് നുബുവത്ത് വാദിക്കുന്ന ആളുകളായി മാറി. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമായി തീരുമത്. ചില ആൾക്കാരൊക്കെ ചോദിക്കാറില്ല, എന്തുകൊണ്ടാണ് ഖാദിയാനുൽ ഇസ്ലാം അല്ല എന്ന് പറയുന്നത്? അവരെന്തുകൊണ്ട് മുസ്ലിം അല്ല? നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ മാത്രമല്ല, നമുക്കത് മറ്റു പല പള്ളികൾക്കും ഇല്ലാത്തതുപോലെ വളരെ വ്യക്തവും കൃത്യവുമായി ഷഹാദത്ത് കലിമ അങ്ങനെ ഗേറ്റിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. ഈ അടുത്തുള്ള പള്ളിയിലൊക്കെ ഉണ്ടത്. പക്ഷെ അവർ ആ കലിമയിൽ വെള്ളം ചേർത്തിയ ആൾക്കാരാണ്. ഈ പറഞ്ഞ പോയിന്റിൽ നിന്നിട്ട്, അതായത് ലാ നബിയ്യ ബഅദി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിലേക്ക് കടന്നു വരാനൊരു ഗേറ്റ് ഉണ്ട്, പ്രവേശന കവാടം. അതാണ് ഷഹാദത്ത് കലിമ. ആ കവാടം തുറക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. അത് എടുത്തു ചാടി വന്നാൽ അയാളെ ഇസ്ലാമിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന മനുഷ്യനായി കൂട്ടുകയില്ല. കള്ളരെന്നാണ് വരിക. ഗേറ്റ് ചാടി വരാൻ പാടില്ല, മതിൽ പൊളിച്ചു വരാൻ പാടില്ല. എന്നാൽ ഇന്ന് മുസ്ലിം ഉമ്മത്തിലുള്ള ഏകദേശം 90% ആളുകളും അതിന്റെ ഗേറ്റ് പൊളിച്ച ആൾക്കാരാണ്, മതിൽ പൊളിച്ച ആൾക്കാരാണ്, എടുത്തു ചാടിയവരാണ്. എന്തുകൊണ്ടാ? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മാത്രം മതിയാകുകയില്ല. വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ശേഷം പിന്നീട് റസൂലില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നില്ല ആളുകൾ. റസൂലുള്ളാഹി ചെയ്തത് മാത്രം പോരെ ഞങ്ങൾക്ക് എന്ന് വരുത്തി തീർക്കുമ്പോഴും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ആ കലിമയിൽ വെള്ളം ചേർത്തിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപും ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യതിരക്തനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരുപാട് ഖുത്ബകളിൽ കൂടി വഅദുകളിൽ കൂടി കേട്ടിട്ടുണ്ടാവും. എല്ലാ പ്രവാചകന്മാർക്കും ഒരു അവസരം അല്ലാഹു നൽകിയിട്ടുണ്ട്. അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അവസരം ഉപയോഗപ്പെടുത്തിയത് തന്റെ പക്കൽ വന്നുപോയ മഹാ അപരാധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു പ്രാർത്ഥന അള്ളാഹുവിനോട് നടത്തി എന്നുള്ളതാണ്. ഞാനും നിങ്ങളൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അതാണ്ട് പ്രാർത്ഥന അബൂന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. റബ്ബനാ വലംനാ. അത്ര ഹൃദയസ്പൃക്കായി മനസ്സിൽ പറ്റുന്ന ഒരു വിശ്വാസിയായ മനുഷ്യൻ ജീവിതത്തിന്റെ ആകെ തുകയാണ് ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വലംനാ അൻഫുസനാ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ ദുൽമ് ചെയ്തിട്ടുണ്ട് റബ്ബേ. വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, വതർഹംനാ, ഞങ്ങളോട് കാരുണ്യം കാണിച്ചില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത അവസരം തന്റെ മകനും ഭാര്യയും തന്റെ കണ്ണിന്റെ മുമ്പിൽ മുങ്ങിച്ചാകുന്ന കണ്ടപ്പോൾ റബ്ബേ രക്ഷപ്പെടുത്തണേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് നൽകിയത് ഇങ്ങനെ പ്രവാചകന്മാർക്കൊക്കെ നൽകിയ അവസരങ്ങൾ ഓരോരുത്തരായി ദുനിയാവിൽ നിന്ന് തന്നെ ഉപയോഗപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരം നീട്ടിവെച്ചു പരലോകത്തേക്ക് തന്റെ ഉമ്മത്തിന് വേണ്ടി. അത് നേടിയെടുക്കേണ്ടുന്ന ഉത്തരവാദിത്വമുള്ള, അർഹതയുള്ള, അവകാശമുള്ള, ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ മുസ്ലിം ഉമ്മത്തിലുള്ള ആളുകൾ. ഞാൻ പറഞ്ഞു വന്നത്
പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. അദ്ദേഹം സാധാരണ ഒരു മക്കത്തെ മുഹമ്മദ് അല്ല. അങ്ങനെയാണ് ചില ആൾക്കാരും പറയാ സാധാരണ മനുഷ്യരാക്കി. അസാധാരണ മനുഷ്യൻ പറഞ്ഞാൽ എന്താ? സാധാരണ മനുഷ്യൻ പറഞ്ഞാൽ സാധാരണ മനുഷ്യനാണ് ഞാൻ, നിങ്ങളൊക്കെ പിടിച്ച് മുറിച്ചാൽ ചോരണ്ട് വരും. റസൂലുള്ളാഹിന്റെ ശരീരത്തിലും ആ ചോരയാണുള്ളത്. മുറിവേറ്റപ്പോൾ ചോര വന്നിട്ടുണ്ട്. ആഹാരം കിട്ടാതെയായി വിശക്കും. റസൂലുള്ളാഹിക്ക് വിശന്നിട്ടുണ്ട്. ദുഃഖം വന്നാൽ സങ്കടം ഉണ്ടാവും. പ്രവാചകന്റെ പത്നിയും എളാപ്പയും പേരക്കുട്ടിയും ഒക്കെ മരിച്ചപ്പോൾ റസൂലുള്ളാഹി കരഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി വെയിലത്ത് കൂടെ നടന്നപ്പോൾ വിയർത്തിട്ടുണ്ട്. ക്ഷീണം വന്നപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രവാചകന് മനുഷ്യരാകുന്ന സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തത എന്താ? അത് ഞാനും നിങ്ങളും പതിവായി ഓതുന്ന പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്ത് 110-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. ഞാനും നിങ്ങളെപ്പോലുള്ള മനുഷ്യനാണ്. പക്ഷെ നിങ്ങളെപ്പോലുള്ള സാധാരണ എന്ന് പറഞ്ഞാക്കേണ്ടതില്ല. വ്യത്യസ്തം എന്താ? യൂഹാ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. വഹി നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ വഹി എന്താണ് കൂടി എന്ന് പറയുന്നുണ്ട്. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. നിങ്ങളുടെ പടച്ചതമ്പുരാൻ ആരാധ്യൻ, റബ്ബ് എന്നല്ല പറഞ്ഞത്, ഖാലിഖ് എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ആരാധിക്കപ്പെടാൻ യോഗ്യതയുള്ള അർഹതയുള്ള റബ്ബ് ഒന്ന് മാത്രമാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ പ്രകൃതിയൊക്കെ ഉള്ളതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഖദ് ഖലത്, അദ്ദേഹവും ഈ മുൻകഴിഞ്ഞ പ്രവാചകന്മാരൊക്കെ ചെയ്തതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നുബുവത്തും ഒക്കെ ചെയ്തു. അഫ ഇമ്മാത്, അദ്ദേഹം എങ്ങാനും മരണപ്പെട്ടാൽ, വഫാത്തായാൽ, ഔ ഖുതില, കൊല്ലപ്പെട്ടാൽ, ഇൻ ഖലബ്തും അലാ ഇഖാബിക്കും, നിങ്ങൾ നിങ്ങളുടെ പിൻകാലിൽ തിരിഞ്ഞു പോവുകയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി ദീൻ അവസാനിച്ചു, ഇനി ദീനില്ല എന്ന് മനസ്സിലാക്കി പിന്തിരിഞ്ഞു പോവുകയാണോ? ഏതെങ്കിലും ഒരാൾ പിന്തിരിഞ്ഞു പോയാൽ അള്ളാഹുവിനൊരു ദോഷവും ഉപദ്രവവും ഉണ്ടാക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശുക്ർ ചെയ്യുന്ന ആളുകൾക്ക് ഉത്തമമായ പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. അപ്പൊ ഈ ഒരൊറ്റ കാരണം, ഇതുകൊണ്ട് തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റിസാലത്തും നുബുവത്തും ലോകാന്തം വരെ നിലനിൽക്കുക എന്നുള്ളത് ഇവിടെ അനിവാര്യമാണ്. അത് നിലനിർത്തുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. കുറച്ചാളുകൾ വിചാരിച്ചാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നത് വിചാരിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രാവശ്യവും ആളിക്കത്തുന്ന തീയിലേക്ക് ഒരു വിറകിന്റെ കൊതുമ്പെടുത്ത് തല്ലുന്നത് പോലെയാ ഇസ്ലാമിലേക്ക് വിമർശനങ്ങൾ വരുമ്പോ ഓരോ ദിവസവും കൂടുമ്പോ അതിന്റെ എണ്ണസംഖ്യ വർദ്ധിക്കുന്നു. അതിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്നു. അതെന്തുകൊണ്ടാ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 61-ാം അധ്യായം സൂറത്തുൽ സഫിലെ 8-ാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. സത്യത്തിന്റെ ആളുകൾ, ഇസ്ലാം വിരുദ്ധരായ ആളുകൾ, നാസ്തികരായ ആളുകൾ, യുക്തിവാദികള്, നിരീശ്വരവാദികള്, നിർമ്മിതവാദികള്, ഇങ്ങനെ തുടങ്ങിയ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ മുഴുവനും ഒരു സുപ്രഭാതത്തിൽ ഇസ്ലാമിനെ ഇല്ലാതാക്കണം. അതിന് ഇസ്ലാമിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അക്ഷീണമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അതിന് സ്വാധീനമുണ്ടാകും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, അധികാരങ്ങൾ ഉണ്ടാകും, ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ അതൊക്കെ അള്ളാന്റെ ഖദറിന് മുമ്പിൽ നിഷ്പ്രഭമായി പോവുക തന്നെ ചെയ്യും. ലോകത്തിലെ അറിയപ്പെടുന്ന സമ്പൽ സമൃദ്ധമായ നാട്ടിലെ ഭരണാധിപനായിരുന്നു ഫറോവ. ആ ഫറോവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അധികാരങ്ങൾ മുഴുവനും ചെങ്കടലിൽ കൊണ്ടുപോയി, കടലിൽ കൊണ്ടുപോയി താഴ്ത്തി നിഷ്പ്രഭമാക്കിയതുപോലെ ഈ ദുനിയാവിൽ എത്ര സ്വാധീനമുണ്ടായിരുന്നാലും, അധികാരമുണ്ടായിരുന്നാലും, ആൾക്കൂട്ടമുണ്ടായിരുന്നാലും, അതിനെത്ര വലിയ ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്നാലും, വമകറൂ മക്റല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ, നിങ്ങൾ തന്ത്രം പ്രയോഗിക്കുക. ഏതെല്ലാം രൂപത്തിൽ തന്ത്രങ്ങൾ മെനയാൻ പറ്റും, ആ തന്ത്രങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കുന്ന വലിയ തന്ത്രജ്ഞനാണ് അല്ലാഹു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ
അവന്റെ ദീൻ സമ്പൂർണ്ണമായി നിലനിൽക്കണം. അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കുകയും അത് ജീവിതം അവസാനം വരെ ലോകാന്ത്യം വരെ നിലനിൽക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് കൃത്യമായി അവലംബിച്ച് ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ മുസൽമാന്റെയും ബാധ്യതയാണ്. അത് കേവലം ഒരു ദിനാചരണത്തിൽ മാത്രം ഒതുക്കാൻ പാടില്ല. അതുവഴി ദീനിനെ നശിപ്പിക്കുന്ന ആളുകൾ, അപമാനിക്കുന്ന ആളുകൾ, ആഘോഷത്തിന്റെ പേരിൽ ആഭാസങ്ങൾ കാണിക്കുന്ന ആളുകൾ, അരങ്ങ് തകർക്കുന്ന ആളുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വേർപെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് എന്ത് സംഭവിച്ചാലും ഒരു ഛേദവുമില്ലാത്ത ആളുകളാണ്. കാരണം അതിന്റെ ട്രാക്ക്, മർമ്മം തന്നെ നഷ്ടപ്പെട്ടു പോയി. ഇസ്ലാം ദീനിനെ എങ്ങനെ നശിപ്പിക്കാം? അതിന് പല മാർഗങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞ പോലെ അതിന്റെ ജൂത ക്രൈസ്തവരായ ആളുകൾ അതിന് കൃത്യമായി എല്ലാവിധ പണികളും എടുത്തു നോക്കി ഇസ്ലാം നശിപ്പിക്കാൻ ഒരു രക്ഷയില്ല. ഇനി എന്താ ചെയ്യാം? പുറത്തുനിന്ന് കുത്തിയിട്ട് നശിക്കാൻ പറ്റാത്ത വലിയ വലിയ കെട്ടിടങ്ങൾക്കുള്ളിലുള്ള ചെതലിന്റെ പേരാണ് വൻചെതൽ എന്നുള്ള പോലെ ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഉള്ളിൽ കൂടി തന്നെ മുളച്ചുണ്ടായ ഒരു വൻചെതലിന്റെ പേരാണ് ഷിആയിസം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധം കഴിഞ്ഞു വന്ന് അവിടെ കിട്ടിയ ഗനീമത്ത് സ്വത്തുക്കളൊക്കെ കൃത്യമായി ആനുപാതികമായി നീതിയോടുകൂടി നീതിയുക്തമായി വിതരണം ചെയ്യാം. അതിങ്ങനെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് ഒരു മനുഷ്യൻ കടന്നു വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാലോ, വെളുത്ത് നല്ല തുടുത്തൊരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്ക് ആ ഗ്രാമീണനായ അല്ലെങ്കിൽ ബധുവായ ഒരു അപരിഷ്കൃതനായ മനുഷ്യൻ കടന്നു വന്നു. എന്നിട്ട് റസൂലുള്ളാഹിന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ഷോള് ഒരൊറ്റ പിടിച്ചു വലിയാണ്. ആ ചുവന്നു തൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ആ ഷോള് കിടന്നിരുന്ന ഭാഗത്ത് ചോരപ്പാടുകൾ ഇങ്ങനെ വരാൻ തുടങ്ങി. ശത്രുക്കളായ ആളുകളല്ല, മിത്രങ്ങളായ ഒരു പറ്റം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ള ആളുകൾ അവർ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അനുവദിച്ചാൽ മതി, അവന് ഇവിടെ വെച്ച് ഗളച്ഛേദം ചെയ്യാം, ഇല്ലായ്മ ചെയ്യാം. റസൂലുള്ള പറഞ്ഞു, വേണ്ട, വിട്ടേക്ക്, അതൊരു കുരുവാണ്, ഒരു വിത്താണ്. ഇനി അതിൽ നിന്ന് ഒരുപാട് വടവൃക്ഷങ്ങൾ ഉണ്ടാവാണ്ട് ഇസ്ലാമിലേക്ക്. ഇന്ന് കാണുന്ന വടവൃക്ഷങ്ങൾ മുഴുവനും ആ രൂപത്തിലാണ്. നേർക്ക് നേരെ, ഞാൻ പറഞ്ഞു വന്നതാ, നേർക്ക് നേരെ ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ കഴിയാത്തത് കൊണ്ട് ഇസ്ലാമിന്റെ ഉള്ളിൽ കൂടി ഇസ്ലാമിന്റെ പരിവേഷങ്ങൾ അണിഞ്ഞ് ഇസ്ലാമിസ്റ്റുകളായി മാറി ഇസ്ലാമിനെ നശിപ്പിക്കുന്ന ആളുകൾ. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വ്യതിചലിച്ചാൽ, മുൻപ് ഞാൻ പറഞ്ഞു തന്നെ അബാത്ത് കിടക്കുന്നില്ല, മുമ്പിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. സിറാത്തുൽ മുസ്തഖീം സ്ട്രൈറ്റ് ആയ വേ ആണ്. അതിൽ നിന്ന് തെറ്റിയാൽ അല്ലാഹ് പറയാ, വഅന്ന ഹാദാ സിറാതീ മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി. ഇതാ ശരിയായ മാർഗം, ഇതെന്റെ ശരിയായ മാർഗമാണ്. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റുവീൻ. വലാ തത്തബിഉസ് സുബുല, അതല്ലാത്ത മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുതേ. ഫതഫറഖ ബികും അൻ സബീലിഹി, അങ്ങനെ പിൻപറ്റിയാൽ യഥാർത്ഥമായ റൂട്ടിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവുക തന്നെ ചെയ്യും. ആ അള്ളാഹുവിന്റെ പാത സ്വീകരിക്കണം, അത് പിൻപറ്റണം. അത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ കൃത്യമായി 23 വർഷം കൊണ്ട് പഠിപ്പിച്ചു തന്നു. നമ്മുടെ നാടിന്റെ മഹലിന്റെ വലിപ്പം എത്ര ഉണ്ട്, അതിന്റെ പാരമ്പര്യം എത്ര ഉണ്ട്, ഇസ്ലാം ദീൻ ഇന്നും സമ്പൂർണ്ണമായിട്ടുണ്ടോ, അതിന്റെ ബാലപാഠങ്ങൾ പോലും. മദ്രസയുണ്ട്, മദ്രസ എത്ര, UP-യ, LP-യ, അല്ല ഹൈസ്കൂൾ ആയിട്ടുണ്ട്. മദ്രസത്തു സ്ഥാനവിയ +2 ഒക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല. മാത്രവുമല്ല, കിട്ടേണ്ടതിന്റെ വിപരീതമായ ദിശയിലാണ് കിട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന 2-3 പ്രവചനങ്ങളുണ്ട്, താക്കീതുകൾ. അതിന്റെ പുലർച്ചെയാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിലെ 6ാമത്തെ നമ്പർ ആയത് കൊടുത്തിട്ടുണ്ട്. യഖൂനു ഫീ ആഖിരിസ് സമാൻ, ഈ ലോകത്തിന്റെ ഒരു അവസാനമുണ്ട്. അതിങ്ങനെ സമാഗതമാകുമ്പോൾ ദജ്ജാലൂന കദാബൂന യഅതൂനകും മിനൽ ഹദീസി മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും ലാ യദുറൂനകും വലാ യഫ്തിനൂനകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലോകത്തിന്റെ അവസാനമാകുമ്പോൾ പെരുങ്കള്ളം പറയുന്ന ദജ്ജാലുകളായ കുറെ ആളുകൾ പ്രത്യക്ഷപ്പെടും. എന്താ അവരുടെ പ്രത്യേകത? മാലം തസ്മഉ അൻതും വലാ ആബാഉകും,
നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്ത പെരും കള്ളമായിരിക്കും അവർ പറഞ്ഞുണ്ടാക്കുക. എന്തിന്റെ പേരില? ഇസ്ലാമിന്റെ പേരിൽ. അതല്ലാത്ത നുണ പറയുന്നത് അവർ വ്യക്തിപരമായിട്ടായിരിക്കാം, കുടുംബപരമായിട്ടായിരിക്കാം. പക്ഷെ ഇസ്ലാമിന്റെ പേരിൽ ഇന്നലെ ഇല്ലാത്തത്, 10 വർഷം മുൻപില്ലാത്തത്, 25 വർഷം മുൻപില്ലാത്തത്, 50 വർഷം ഇല്ലാത്തത് ഒക്കെ ഇസ്ലാം ദീനിലേക്ക് കടന്നു വരിക. ഇനി എന്തൊക്കെ വരും? നഅൂദുബില്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ അതൊക്കെ നിലനിൽക്കാൻ വേണ്ടി നാവ് തുറന്നാൽ, വായി തുറന്നാൽ, നാവെടുത്താൽ കളവ് പറയുന്ന ഒരു പറ്റം ആളുകളായി വരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ അഖ്ബാറുകളെയും റഹ്ബാനുകളെയും സൂക്ഷിക്കണം, പണ്ഡിത വേഷധാരികളെയും പൗരോഹിത്യത്തിന്റെ കുടപിടിക്കുന്ന ആളുകളെയും സൂക്ഷിക്കണം. കാരണം എന്താ? അവർ സദ്ദു അൻ സബീലില്ലാഹി യഖുലൂന നാസ, ജനങ്ങളിൽ നിന്ന് തിന്നാൻ വേണ്ടി അള്ളാഹുവിന്റെ ശരിയായ റൂട്ടിൽ നിന്ന് ആളുകളെ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പച്ച നുണ, കല്ല് വെച്ച നുണ. ചിന്തിക്കാൻ കഴിയുന്ന വകതിരിവുള്ള ആളുകളുടെ മുൻപിൽ പോലും പച്ചയായ നുണകൾ പറയുന്നെങ്കിൽ സഹോദരങ്ങളെ, സാധാരണ മനുഷ്യനറിയാത്ത അറബ് ഭാഷയിലുള്ള കിതാബ് തുറന്നു വെച്ച് അതിലുണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർക്ക് അത് വിശ്വസിക്കല്ലാതെ വേറൊരു നിർവാഹമില്ല. ഈ ഖൗമിനെ, സാധാരണക്കാരായ ഖൗമിനെ കൊണ്ടുപോയി ഇത്തരം പാതകങ്ങൾ ചെയ്യിക്കാൻ അവരുടെ നാവിന്റെ വലിപ്പവും ആ നാവ് തന്നെ തെളിവുമല്ലാതെ മറ്റൊരു തെളിവും ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹിബ്ബുകളായ ആളുകൾ എന്തുകൊണ്ട് പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നില്ല? റസൂലുള്ളാഹി ചെയ്തില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തില്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തില്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെയ്തില്ല, ഇമാം ഷാഫിക്ക് പരിചയമില്ല, ഇമാം ഹനഫിക്ക് പരിചയമില്ല, ഇമാം ഹംബലിക്ക് പരിചയമില്ല, ഇമാം മാലിക്കിന് പരിചയമില്ല. 300 നൂറ്റാണ്ടുകൾ 3 കഴിഞ്ഞിട്ടും അവരൊന്നും ചെയ്യാത്തൊരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് ഒരു കാരക്കട ചീള് ഒരു ദിവസം അവർ കൂടിയിരുന്നിട്ട് ഇതാ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുക ഒരു പക്ഷേ ഇന്ന് കാണുന്നതിന്റെ ബഹുഭൂരിഭാഗം ആളുകളായിരിക്കും. പക്ഷെ അതുണ്ടായില്ല. ഇന്ന് പണ്ഡിതന്മാർ പാമരന്മാരെ വെല്ലുന്നതിനേക്കാൾ പച്ചയായി നുണ പറയുന്നു എന്നുള്ളതാണ്. പച്ചക്ക് കള്ളം പറയുക. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബൻ ഫസയഊദു കമാ ബദഅ. ഇസ്ലാം ദീൻ ഒരു അന്യനെ പോലെ അപരിചിതനെ പോലെയാണ് കടന്നു വന്നത്. അതാ അപരിചിതമായ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവുക തന്നെ ചെയ്യും. ഇസ്ലാമിന്റെ തുടക്കത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ അവസ്ഥയിലേക്ക് മടങ്ങും. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ഹജ്ജ് ഉണ്ടായിരുന്നു. എന്താ അവരുടെ ഹജ്ജിന്റെ അവസ്ഥ? ഒരു നൂല് പോലും ശരീരത്തിൽ അണിയില്ല, കാബയെ തവാഫിയും ചില മുട്ടും വിളികളും മാത്രമായിട്ട്, മറ്റു ഭാഗത്തുകളൊന്നുമില്ല. അള്ളാഹുവിനോട് ദുആ ചെയ്യും, അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളോട് ദുആ ചെയ്യും. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് നാട്ടിൽ പള്ളിപ്പെരുന്നാൾ നടക്കുന്നതിനേക്കാൾ കെങ്കേമമാണ്, ഉത്സവങ്ങൾ നടക്കുന്നതിനേക്കാൾ കെങ്കേമമാണ്. പള്ളികളിൽ DJ ലൈറ്റുകളാണ്. ഒരു കാലഘട്ടത്തിൽ മിന്നുന്ന പ്രഭയുള്ള അവസ്ഥകളാണ് എങ്കിൽ ഇന്നത് മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മനുഷ്യന്മാർ തബ്ബാഹുകളാകുന്ന, പരസ്പരം പെരുമ നടിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്ന കാലമത്രയും ഖിയാമത്ത് നാൾ സംജാതമാവുകയില്ല. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, എന്ന് പറഞ്ഞാൽ വലാ യഅ്മുറൂനഹാ ഇല്ലാ ഖലീല, അവർ വളരെ കുറച്ചു മാത്രമല്ലാതെ അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുകയില്ല. ആരാ അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത്? പരിശുദ്ധ ഖുർആനിലെ 19-ാമത്തെ അധ്യായം 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയിലെ 18-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി, തീർച്ചയായും അള്ളാഹുവിന്റെ പള്ളികൾ ഭരണാധിപന്മാരായി വരേണ്ടവർ ആരാ? എന്താ അവരുടെ ക്വാളിഫിക്കേഷൻ? ഈ അടുത്ത് ഇന്നലെ പോലും ഞാൻ കാണുകയുണ്ടായ ഒരു നാട്ടിലെ പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരാളുടെ ചിഹ്നം മക്കയും മദീനയും, ഒരാളുടെ നക്ഷത്രവും ചന്ദ്രക്കലയും, മറ്റൊരാളുടെ കഅബ. ഒരു ടീമിന്റെ, ഒരാളുടെ ഒരു ടീമിന്റെ. എന്നിട്ട് എന്തിനാ? പള്ളി കമ്മിറ്റിക്ക് ഭരണാധിപന്മാരെ ഉണ്ടാക്കാൻ. എന്തിനാ ഭരണാധിപന്മാരാകുന്നത്? പള്ളി ഭരിക്കാൻ, പള്ളിക്ക് വരുമാനമുണ്ട്, പള്ളിയിൽ നടത്തിപ്പുണ്ടാകാൻ, പള്ളിയുടെ ഉസ്താക്കന്മാരെ മൂക്കേറ് പിടിക്കാൻ, പള്ളിയിലെ മദ്രസയിൽ ഏറ്റെടുക്കാൻ. തെറ്റിയാലോ പിന്നെ പള്ളിയിൽ വെച്ചടിയായി. പള്ളി ഭരിക്കുന്ന ആളുകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുന്നത് ആര് ഭരിക്കണം എന്നുള്ളതല്ല, ആരായിരിക്കണം അതിന്റെ യോഗ്യതയുള്ള ആളുകൾ. അല്ലാഹു പറയാ, ഒന്നാമത്തെ കണ്ടീഷൻ മൻ ആമന ബില്ലാഹി, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരായിരിക്കണം.
വല്യവുമില്ലാഹിരി, അള്ളാഹുവിന്റെ ഈ ജീവിതം അവസാനിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസാനമുണ്ട്, നാളെ ഒരു പരലോകമുണ്ട് എന്നതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളായിരിക്കണം. മൂന്നാമത്തേത് വഖാമുസ്സലാ, നിസ്കരിക്കുന്നവരായിരിക്കണം. 3 കൊല്ലത്തിനിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോഴെന്നോ അടുത്ത 3-ാമത്തെ കൊല്ലം അറിയപ്പെടുന്ന 4 രജിസ്ട്രേഷൻ വണ്ടി ഏറ്റവും നാട്ടിൽ പ്രഗത്ഭരായ ആള്, ഹംക്കും ജാഹിലുമാകാനുള്ള കഴിവും. അതാണ് പുള്ളിവരിക്കാണ് വലിയ കഴിവ്. പിന്നെ സമ്പത്തും ഉണ്ടാവുക. ഇതൊന്നും പറ്റൂല എന്നാണ് അള്ളാഹ് പറഞ്ഞത്. 4ാമത്തെ കണ്ടീഷൻ പറഞ്ഞ സക്കാത്ത് കൊടുക്കുന്നവരായിരിക്കണം. പരിശോധിക്കണം. നമ്മൾ ഈ ശബ്ദം കേൾക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും കൊച്ചു ഗ്രാമത്തിൽപ്പെട്ട അവസ്ഥയല്ലേ പറഞ്ഞത്. നാടിന്റെ നാനാഭാഗത്ത് നടക്കുന്ന പള്ളി ഭരിക്കുന്ന, അത് നിസ്കാര പള്ളിയാകട്ടെ, ജുമാഅത്ത് പള്ളിയാകട്ടെ, ഏത് പള്ളിയാകട്ടെ, ആ പള്ളി ഭരിക്കുന്ന പരിപാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചുണ്ടാകേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, സക്കാത്ത് കൊടുക്കുക. 5 കാര്യങ്ങൾ. 6ാമതായിട്ട് വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റൊരാളെയും ഭയപ്പെടാതിരിക്കുക. അല്ലാഹുവിനെ മാത്രം ഭയമില്ല, മറ്റെല്ലാവരെയും ഭയമാണ്. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ പള്ളികൾ അലങ്കൃതമാകുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ജൂത ക്രൈസ്തവ ആലയങ്ങളായ ക്രിസ്തീയ ദേവാലയങ്ങളും അതുപോലെ തന്നെ യഹൂദ മഠങ്ങളും ഒക്കെ എങ്ങനെയാണോ അവരുടെ പള്ളികളെ അലങ്കരിക്കുന്നത്, അതേ രൂപത്തിൽ അലങ്കരിച്ച് ദീപാലങ്കൃതമായ അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത്, ഈ സമൂഹത്തെ കൊണ്ടുപോയി, പള്ളികളെ കൊണ്ടുപോയി അതപ്പതിപ്പിക്കുന്ന കാലം വരുന്നത്രയും ഖിയാമത്തിനാൾ സംഭവിക്കുകയില്ല. അതിവിടെ മനസ്സിലൂടെ കുറിച്ചു വെക്കും. എന്നിട്ടൊന്ന് മഗ്‌രിബ് കഴിഞ്ഞിട്ട് സഞ്ചരിക്കുക പരിസര പ്രദേശങ്ങളിലും കൂടിയൊക്കെ. ഞാൻ പറഞ്ഞതല്ല, ഇബ്നു അബ്ബാസ് പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഖിയാമത്തിന്റെ അലാമത്ത് നമ്മുടെ ഏതെല്ലാം പള്ളികളിലുണ്ടോ, തൻ്റെ ഇടമുണ്ട് എങ്കിൽ, നട്ടലുണ്ട് എങ്കിൽ, അള്ളാനെ അല്ല പേടിക്കുന്നത് എങ്കിൽ, അള്ളാനെ മാത്രം പേടിക്കണം. ആ അള്ളാനെ പേടിയുണ്ട് എങ്കിൽ, പരലോകത്തെ പേടിയുണ്ട് എങ്കിൽ, പടച്ചോനിൽ വിശ്വാസം ഉണ്ട് എങ്കിൽ, നിസ്കരിക്കുന്നു എങ്കിൽ, ഭരിക്കുന്നു എങ്കിൽ, ആദ്യം ചെയ്യേണ്ടത് ഇന്ന് പോയിട്ട് എന്റെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കണം. ആ മാലകൾ അഴിച്ചു മാറ്റണം, ഊരി വെക്കണം. ആരെ പേടിച്ചിട്ടാ? അള്ളാനെ പേടിച്ചിട്ട്, നാട്ടുകാരെ പേടിച്ചിട്ടല്ല, പറയുന്ന ശബ്ദത്തെ പേടിച്ചിട്ടല്ല, അള്ളാനെ പേടിച്ചിട്ട്. കാരണം ഭരിക്കുന്നത് ഏതെങ്കിലും ക്ലബല്ല, ഏതെങ്കിലും സ്ഥാപനങ്ങളല്ല, അള്ളാന്റെ ഭവനങ്ങളാ. അതിനൊരു പ്രത്യേകമായ അളവും തോതുമുണ്ട് മോഡിഫൈ ചെയ്യാൻ. അതിന്റെ അപ്പുറം അത് മത്സരിച്ചുകൊണ്ട് മോഡിഫൈ ചെയ്യുക എന്നുള്ളതും ഖിയാമത്ത് നാളിന്റെ അലാമത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും ഒക്കെ ശരിയായ ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാനും നിങ്ങളുമൊക്കെ ഖാതിമുൽ അംബിയാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊന്നാണ് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. ആകെ 3 ആയത്താണ് ഇതിലുള്ളത്. ആ 3 ആയത്തിൽ തന്നെ 6 കാര്യങ്ങളാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത്. അതിൽ വെച്ച് ഏറ്റവും പോരിശയാക്കപ്പെട്ട ഒന്നാണ് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ. അതിലേറ്റവും വലിയ അനുഗ്രഹങ്ങൾ പരലോകത്തേക്ക് മാറ്റിവെച്ചതാണ്. അതിലൊന്നാണ് ഹൗദുൽ കൗസർ എന്നുള്ളത്, ഷഫായത്ത് എന്നുള്ളത്. ആ ഹൗദുൽ കൗസറിനെ സംബന്ധിച്ച് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 7050 ഹദീസ് നമ്പറായി രേഖപ്പെടുന്ന സുദീർഘമായ ഒരു ഹദീസാണ്. വാക്കുകളൊക്കെ പറഞ്ഞിങ്ങനെ പോകാൻ പറ്റുന്നൊരവസ്ഥയിൽ ആശയം മാത്രം പറയാം. നാളെ റസൂൽ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഹൗദുൽ കൗസറിന്റെ അരികത്തേക്ക് ഇങ്ങനെ വരും. ചില ആളുകൾ അവിടെ ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടിയിട്ട് വട്ടമളഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അവരെ എനിക്കും അറിയാം, എനിക്ക് അവരെയും അറിയാം. നമ്മളെയൊക്കെ അറിയുന്ന പറഞ്ഞത് എങ്ങനെ? പേരെടുത്ത് പറഞ്ഞിട്ടല്ല, കുടുംബം നോക്കിയിട്ടല്ല, പാരമ്പര്യം നോക്കിയിട്ടല്ല, മറിച്ച്
ഒരു കുറേ ഒട്ടകങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കുതിരകളുടെ കൂട്ടത്തിൽ നെറ്റിയിൽ ചൂട്ടുള്ള ഒരു ഒട്ടകത്തിനെ അല്ലെങ്കിൽ കുതിരയെ അതിന്റെ യജമാനെ തെരഞ്ഞുപിടിക്കാൻ വല്ല പണിയുണ്ടാവോ? ഇല്ല റസൂലേ. എന്നാൽ അതുപോലെയാണ് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർ. അവരെ തിളക്കം എന്താ പറയുക? നെറ്റിയിലെ ചൂട്ട് എന്താണെന്നറിയോ? കയ്യും മുഖവും ഒന്നുകൊടുത്ത ഭാഗങ്ങളൊക്കെ തന്നെ തിളങ്ങും. അതുമായിട്ടായിരിക്കും നാളെ വരിക. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അവരുടെ അടുക്കേക്ക് ചെല്ലുമ്പോൾ കലക്ട്രേറ്റ് വളയുന്ന, സെക്രട്ടേറിയറ്റ് വളയുന്ന, നിയമസഭ വളയുന്ന, പോലീസ് സ്റ്റേഷൻ വളയുന്ന കണ്ടില്ല നമ്മൾ? ആ വളയലിന് അനുവാദം എടുത്ത ആൾക്കാർ പോലും അവിടേക്ക് എത്തുന്നതിന് മുമ്പ് പോലീസ് ബാരിക്കേഡ് വെക്കും. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യുഹാലു ബൈനി വ ബൈനക്കും, എനിക്കും അവർക്കും ഇടയിൽ മറയിടപ്പെടും, പിന്നെ കാണൂല. അള്ളാഹു റസൂൽ ആകെ നിശബ്ദനാകും, അപ്സെറ്റായി പോകും. എന്നിട്ട് പറയും, അല്ലാഹ് അതെന്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരല്ലേ, ഈ ഹൗദുൽ കൗസർ എനിക്ക് അവകാശപ്പെട്ടതാണല്ലോ, അതിൽ നിന്നാണല്ലോ ഞാൻ കോരിക്കൊടുക്കുക, അതിലൊരിറ്റ് വെള്ളം കുടിച്ചാൽ പിന്നെ ദാഹില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. കസ്തൂരിയേക്കാൾ മണമുള്ള സുഗന്ധമുള്ള അത് എന്റെ ഉമ്മത്തിന് അവകാശപ്പെട്ടതല്ലേ, ഞാൻ കോരിക്കൊടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ ബേജാറായി നിൽക്കുമ്പോൾ ഫയുഖാലു, ഇങ്ങനെ പറയപ്പെടും അത്ര. ആരാ പറഞ്ഞെന്നറിയില്ല. ഇന്നക ലാ തദ്രി, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് അറിയില്ല. എന്താ അറിയാത്തത്? മാ ബദ്ദലു ബഅദക, നിങ്ങൾ 63-ാമത്തെ വയസ്സിൽ വഫാത്തായിട്ടുണ്ട് പോകുന്നില്ലേ? ഇപ്പൊ 14 നൂറ്റാണ്ടുകളായി. ഇതിന്റെ ഇടയിൽ ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഈ ദുനിയാവിലെ ദീന് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പരിഷ്കരണങ്ങളാണ് മാറ്റിയത്, എന്തൊക്കെ പരിവർത്തനങ്ങളാണ് ഉണ്ടാക്കിയത്, എന്തൊക്കെ കാര്യങ്ങളിലാണ് തിരുമറി നടത്തിയത്, ഏതൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് ചെയ്തത്, ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ നവീനമായിട്ട് ഇസ്ലാം ദീനില്ലാത്ത കൊണ്ടുവന്നത് എന്നൊന്നും നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇതൊക്കെ കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും പിന്നീട്, സുഹഖൻ സുഹഖൻ ലിമൻ ഗയ്യറ ബഅദി, ഇനി ഇവരെ കാണണ്ട, ഈ ബാരിക്കേഡ് എടുക്കണ്ട, ഇവർക്കിനി ഷഫായത്തില്ല, ഇവർക്കിനി ഹൗദുൽ കൗസർ ഇല്ല, വിദൂരം പോവിടുന്നു എന്ന് പറഞ്ഞ് റസൂൽ ആട്ടിവിടും. ആ പദത്തിന് ഒരുപാട് ആശയങ്ങൾ. ഒന്നത് നശിച്ചു പോട്ടെ, തൊലഞ്ഞു പോട്ടെ, ദൂരെ മാറി നിൽക്ക്, വിട്ടൊഴിഞ്ഞു പോ എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് സുഹഖ്. എന്തായാലും കാരണം പറഞ്ഞത് ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ദീനിൽ മാറ്റങ്ങൾ വരുത്തി തീർത്ത, പുതിയ പുതിയ നിർമ്മിതികൾ ഉണ്ടാക്കി തീർത്ത, DJ ലൈറ്റ് കത്തിച്ച, പ്രകടനത്തിന്റെ പേരിൽ റോഡ് മുടക്കിയ, അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ അറുക്കപ്പെട്ടത് പാപം ഉമ്മത്തിനെ കൊണ്ട് തീറ്റിച്ച, പടച്ചോനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിയിൽ ഇതിന് പടച്ചോനല്ലാത്ത പടപ്പുകളെ വിളിച്ചു പ്രാർത്ഥിച്ച, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ, അതിന്റെ നിയന്താവായ പടച്ചതമ്പുരാൻ, അതിന്റെ നിയന്ത്രണമുള്ള പടച്ചതമ്പുരാൻ, ആ പടച്ചതമ്പുരാന്റെ ഈ മണ്ണിൽ പടച്ചുണ്ടാക്കപ്പെട്ട ഒരുത്തൻ, ജനിച്ചു ജീവിച്ച ഒരുത്തൻ, മരിച്ചുപോയ ഒരുത്തൻ, അവൻ പടച്ചോനേക്കാൾ വലിയ ദറജയുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ, അവരൊക്കെയാണ് മാറ്റി നിർത്തപ്പെടുക. അതുകൊണ്ട് ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ദീൻ എന്താണോ അതാണ് ദീനും. ദീനിൽ നിന്ന് എന്തില്ല അത് ദീനല്ല. വലിയ ചിന്തയൊന്നും വേണ്ട. ഒരു വലിയ ആനയെ നിർമ്മിക്കാൻ ഒരു പാറക്കല്ല് കിട്ടിയാൽ നിഷ്പ്രയാസം ആന ഉണ്ടാക്കാൻ പറ്റില്ല, മറ്റൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും. എന്തേ കൊണ്ടുള്ളൂ? അതിൽ ഇല്ലാത്തത് എന്തൊക്കെയാ അതൊക്കെ ഒഴിവാക്കുക. ഇതുപോലെ ഇസ്ലാം ദീനിൽ നിന്ന് പറ്റാത്തതും പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിക്കാത്തതൊക്കെ മാറ്റിവെച്ചാൽ പിന്നീട് സംശുദ്ധമായ ദീനിന്റെ ആളുകളായി തീരും. അത്തരം ആളുകൾക്ക് ഈ സഹോദരന്മാരെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുള്ളൂ. നാളെ ഖബറിൽ പോയി കിടക്കണ്ടേ? അവിടെ ചോദ്യമുണ്ടോ, ആര് ചോദിക്കും, എപ്പോ ചോദിക്കും എന്നുള്ള വിഷയമല്ല. പക്ഷേ മൻ റസൂലുക്, നിന്റെ റസൂൽ ആരാന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ കഴിയണ്ടേ? നാളെ ഈ കയ്യും മുഖവും തിളങ്ങുന്ന ആളുകൾക്കിടയിൽ അല്ലാഹുവേ ഇവരുടെ തെറ്റ് അതെത്ര വലുതായിരുന്നാലും ചെറുതായിരുന്നാലും ഹിസാബ് എളുപ്പത്തിലാക്ക് റബ്ബേ എന്ന് പറയാനുള്ള യോഗ്യത നമുക്ക് നേരെ തിരിഞ്ഞ് നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണ്ടേ?
അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലത്തെ കൈകൊണ്ട് നമുക്കും ഹൗദുൽ കൗസർ കിട്ടണ്ടേ? വേറെ വാശിക്കല്ല, വൈരാഗ്യത്തിനല്ല. ഇസ്ലാം ദീൻ സമ്പൂർണമായ രൂപത്തിൽ ജീവിത പദ്ധതിയായി കൊണ്ടു നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് മുസ്ലിം ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മയും നമ്മുടെ കൂടെയുള്ളവരെയും അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് ആ കലിമ ചൊല്ലിക്കൊണ്ട് കണ്ടടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും കുടുംബങ്ങളുമായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യമുള്ള ആളുകൾ, രോഗികളായ ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു അവർക്ക് നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയുമുള്ള മുത്തഖീങ്ങളായി ജീവിക്കാനും മരണം വരെ, ജീവിതാന്ത്യം വരെ ആ തൗഫീഖോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് സക്കറാത്തുൽ മൗത്തിന്റെയും ഖമറാത്തുൽ മൗത്തിന്റെയും പ്രയാസങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമില ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.